മലപ്പുറത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പണം വാങ്ങി കേസുകൾ ഒത്തുതീർക്കുന്നതായി ആരോപണം. പിഴ ഈടാക്കുന്നതോടെ നിയമലംഘനം കണ്ടെത്തുന്ന കടകളിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുതന്നെയാണ് ഭക്ഷണത്തിൽ മായം കലർത്താൻ കടകൾക്ക് ധൈര്യമാകുന്നതെന്നും തൂവക്കാട് ഭക്ഷ്യവിഷബാധക്കിരയായ 2 വയസ്സുകാരിയുടെ കുടുംബം ആരോപിക്കുന്നു. തിരൂരിനടുത്ത് തൂവക്കാട് ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ 2 വയസ്സുകാരി ഇപ്പോഴും ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധക്കിരയാക്കിയ ഷവർമ വിൽപ്പന നടത്തിയ കട തുടർന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് അറേഞ്ച്മെന്റിനായി തൽക്കാലത്തേക്ക് തുറന്നതാണെന്നാണ് വനിതയായ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആദ്യം മറുപടി നൽകിയതെന്നും പിന്നീട് ചോദിച്ചപ്പോൾ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തെന്നുമാണ് യുവതി പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന് പരാതി നൽകിയതിനു പിന്നാലെ അബോധാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞിന് ദഹനക്കേട് മാത്രമേ ഉള്ളൂവെന്നും കുഞ്ഞിന് ഷവർമ കൊടുത്തത് തന്നെ തെറ്റാണെന്ന തരത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതെന്നും സെൽഫത്ത് പറയുന്നു. ഷോപ്പ് ഇത്ര പെട്ടെന്ന് റീഓപ്പൺ ആക്കാൻ പറ്റുമെന്നുള്ള രീതി നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്തു. ഇത്ര പെട്ടെന്ന് തന്നെ റീഓപ്പൺ ആയോ, ഈ കേസിന്റെ ലീഗൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അത് സ്റ്റോക്ക് ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു. അപ്പൊ മേഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത്, ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്, ഇനി ഞങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല. ഇനിയൊരാൾക്കും അധികാരികളിൽ നിന്ന് ഇത്തരം അവഹേളനം നേരിടേണ്ടി വരരുത് എന്ന നിർബന്ധത്തിൽ നിന്നാണ് താൻ ഇത് തുറന്നു പറയുന്നത്. ഫൈൻ അടച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരിഞ്ഞു നോക്കില്ലെന്നും ഉറപ്പുള്ളതുകൊണ്ടാണ് കടയുടമകൾ വീണ്ടും നിയമലംഘനവും മായം ചേർക്കലും തുടരാൻ ധൈര്യപ്പെടുന്നതെന്നും സെൽഫത്ത് പറയുന്നു. ഫൈനിട്ട് ആ ഭാഗത്തേക്ക് ഇനി അവരാരും വരില്ല എന്നുള്ള ഒരു ധൈര്യമാണോ അവർക്ക്? എന്ത് വീണ്ടും ഇങ്ങനെയുള്ള അവര് പറഞ്ഞു പച്ച മുട്ടയിൽ നിന്നാണ് മയണൈസ് ഉണ്ടാക്കിയെന്നുണ്ട്. ആ വാൺ ചെയ്ത ഒരു ഷോപ്പിനെയും പച്ചമുട്ടയിൽ നിന്ന് വീണ്ടും മയണൈസ് ഉണ്ടാക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഇനി അവർ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും. എന്തായാലും നല്ലൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അധികാരികളിൽ നിന്ന്. നേരായ നല്ല സത്യസന്ധമായ അന്വേഷണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഇത്തരം അനാസ്ഥകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ബ്രോസ്റ്റ് ചിക്കനിൽ പുഴുവിനെ കണ്ടെന്ന് മാധ്യമപ്രവർത്തകനായ ജിഷാദ് പരാതി നൽകിയത്. ഉപഭോക്തൃ കോടതിയെ സമീപിച്ച ജിഷാദിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടും അതിനെ ചോദ്യം ചെയ്ത് കോട്ടക്കലിലെ സാങ്കോസ് ഹോട്ടലുടമകൾ അപ്പീൽ പോയതും മംഗലാപുരത്തെ കോടതിയിൽ ജിഷാദിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതും അന്ന് അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉപയോഗിച്ചാണ്. ഈ ചാനൽ ന്യൂസ് തിരൂർ. Never seen before designs. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.